വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 2 SUV കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്ററും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 2.5 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും കാക്കനാടേക്ക് 6 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 9.9 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 6.4 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്ക്വയർ ട്യൂബ് ഡിസൈനും സ്പോട്ട് ലൈറ്റുകളുമാണ് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ 3 സൈഡിലും റോഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോർണർ പോയിന്റിലായിട്ടാണ് ഈ ഒരു വീട് ലഭിക്കുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4.9 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായുമുള്ള ഈ വീടിന് 2 വലിയ SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. കോർണറിലായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 11 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ചെറിയ കാറുകളാണെങ്കിൽ 2 കാറുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 അടിയോളമാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് അത്രയും തന്നെ ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 2 വീലർ പാർക്കിങ്ങിനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. റിമൈനിങ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മെറ്റൽ സിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പ്ലാന്റർ ബോക്സ് നൽകി അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 അടിയോളമാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ആണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. വീടിൻ്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഒരു സിറ്റ് ഔട്ടിൽ 2 ചെയർ ഇടാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. കോർണറിലായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റ പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12.5 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് താഴെയും മുകളിലുമായിട്ട് 4 ഡോർ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിൽ ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിൽ ഓപ്പണിംഗ് നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൺലൈറ്റ് നമുക്ക് ഡേ ടൈമിൽ ഈ ഒരു ഭാഗത്തേക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ സീലിംഗിൽ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് വന്നിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ലൂവേഡ് ഡിസൈനുള്ള പാനലിംഗും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള വാൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു പാനലിംഗ് വർക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. എൻട്രൻസിൻ്റെ ഭാഗത്ത് സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 13 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോയോട് ചേർന്ന് വോളിൽ സെപ്പറേറ്റ് കളർ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടറിനുള്ള സ്പേസ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. വാഷ് കൗണ്ടറിൽ ഫിറ്റിംഗ്സ് ഇനി വരാനായിട്ടുണ്ട്. വാഷ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഗ്രൂവ്ഡ് ഡിസൈനിലുള്ള വാൾ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും
വികാറിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റും ഒരു പാർട്ടീഷനും വരുന്നുണ്ട്. അത്യാവശ്യം ഡെക്കർ സ്പേസ് ഒക്കെ ഈ പാർട്ടീഷനിൽ വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് സൗത്തിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ടാപ്പിൻ്റെ ഫിറ്റിംഗ്സിനെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഉള്ളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 15 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് സൈഡ് വാൾ സെപ്പറേറ്റ് കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ബാത്റൂമിനോട് ചേർന്ന പോർഷനായിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ വാൾറൂമിനുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 18 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ വെസ്റ്റ് സൈഡ് വാൾ സെപ്പറേറ്റ് കളർ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ബാത്റൂമിനോട് ചേർന്ന ഭാഗത്തായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് വാൾറൂമിനുള്ള പോർഷനും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സിന് കംപ്ലീറ്റ് ആവാനായിട്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്ന MS ലൈറ്റാണ്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന് വാളിലായിട്ട് സൗത്തിലേക്ക് ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഈ പാസേജിലൂടെയാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 16 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് സൈഡ് വാൾ സെപ്പറേറ്റ് കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ബാത്റൂമിനോട് ചേർന്ന ഭാഗത്തായിട്ട് നമുക്കൊരു എക്സ്ട്രാ വാൾറൂമിനുള്ള സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സിന് കംപ്ലീറ്റ് ആവാനായിട്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി യൂട്ടിലിറ്റി സ്പേസിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിൽ MS ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗിൽ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു എക്സ്ട്രാ ഓപ്പൺ ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. 5 സെന്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 2 SUV കാർ പാർക്കിംഗ് സഹിതം അടങ്ങുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്നത് 97 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, പ്ലോട്ടുകൾ, വീടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.